വയസ്സായില്ലേ? ഒരു 5 വർഷം മുമ്പ് എൻ്റെ ജിമ്മിലെ ഫ്രണ്ട് അജയബാനുവിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവൻ്റെ അമ്മ മുട്ട കൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാനെന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന് പോയി തന്നെ കുടു വന്ന് എന്നെ വെൽക്കം ചെയ്തു. ഈ കാണുന്നതാണ് കുടു, ഈ കാണുന്നതാണ് നമ്മുടെ അജയബാനു. ഇവൻ്റെ വീട്ടിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നല്ല കമ്പനി ആയതുകൊണ്ട് അമ്മയ്ക്ക് കുഴപ്പമില്ല, ആൾ ഓക്കെ. ഈ ഒരു സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ റെസിപ്പി പഠിക്കണമെന്ന് എൻ്റെ കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി 3 കൂടി മിക്സിയിലിട്ട് ഒരൊറ്റ അടി. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് നന്നായിട്ടൊന്ന് തിരുമ്മി കുറച്ച് നേരം റെസ്റ്റിന് വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ മുട്ട പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. അതെടുത്ത് മാറ്റി വെച്ച് കുറച്ച് ചെറിയൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മുട്ട തൊണ്ട് കളയുക. കുടുവാണെങ്കിൽ ചോട്ടിൽ നിന്ന് ഒരേ വെള്ളം ഇറക്കല്. എന്നാൽ പിന്നെ കുടുവിനും കൊടുത്തു ഒരു മുട്ട. ശേഷം നമ്മൾ തിരുമ്മി വെച്ച മസാല എടുത്ത് മുട്ട രണ്ടായി കീറിയിട്ട് അതിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ചെറിയ ചൂട്ടിലുള്ള ആ എണ്ണയിലോട്ട് ഇടുക. ഒരുപാട് ചൂട് കൂടാനും പറ്റില്ല കേട്ടോ, സാധനം കരിഞ്ഞു പോകും. അപ്പുറം ഇപ്പുറം മീൻ മറിച്ചിടുന്ന പോലെ മറിച്ചിട്ട് മഞ്ഞക്കൊരു പുറത്തു പോകാതെ നോക്കണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ദോശക്കല്ലിൽ ഒരു 4 മത്തി എന്നെ നോക്കിയിട്ട് തന്നെ ഇരിക്കുന്നു. ചോറിന് പിടിക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ സാധനം റെഡിയായി. അമ്മ ചോറും ആ 3 മീൻ നമുക്ക് എടുത്തിട്ട് വന്നിട്ട് ക്യാമറമാനിൽ ആദ്യം മടിയാണെങ്കിലും പിന്നെയൊക്കെ ആ മടിയൊക്കെ പോയിട്ടോ, ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കി. ഒരു അടിപൊളി ഐറ്റം കേട്ടോ, സിമ്പിളാണെങ്കിലും പക്ഷെ പവർഫുള്ളാണ്. ഈ ഒരു ഐറ്റം നമുക്ക് ചോറിൻ്റെ കൂടെയും പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിനും കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ചോറിൻ്റെ കൂടെ കേട്ടോ, എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിലും ഇത് ഉണ്ടാക്കാൻ താറാമുട്ടയാണ് ടൈറ്റ് അടിപൊളി, അതാകുമ്പോൾ ഉടയില്ല. 5 വർഷം മുമ്പ് കഴിച്ച അതേ രുചി, ഒരു മാറ്റമില്ല. നല്ല കൈപ്പുണ്യമുള്ള ഒരാളാണ് കേട്ടോ നമ്മുടെ അജയബാനുവിൻ്റെ അമ്മ. അത് ഞങ്ങൾ നേരെ എൻ്റെ അച്ഛൻ്റെ ബുള്ളറ്റ് എടുത്ത് അവൻ്റെ വലിയച്ഛൻ്റെ വീട്ടിൽ പോയി 2 തോക്ക് എടുത്തിട്ട് വന്നു. തോക്കിൻ്റെ പണ്ട് മുതൽക്കേ എനിക്ക് തോക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. പിന്നെ 2 വെടിയും വെച്ച് അവൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ ഇതാ ഒരു മണ്ണെണ്ണ വിളക്ക് കിടക്കുന്നു, പഴയ മണ്ണെണ്ണ വിളക്ക്. പക്ഷേ അതിനുള്ളിൽ കുറച്ച് മണ്ണെണ്ണ ഉണ്ടായിരുന്നു. 2 കുലുക്കിയിട്ട് അത് കത്തിച്ചു. അപ്പോൾ കത്തുന്നു. ഈ മണ്ണെണ്ണേൻ്റെ മണം എന്നെ ഒരുപാട് കാലത്തേക്ക് പുറകോട്ട് സഞ്ചരിപ്പിച്ചു. എല്ലാവരും ഈ ഐറ്റം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ടു അജയ്.